ടിക്കറ്റ് ഫിനാലയിലെ ലാസ്റ്റ് ടാസ്ക്കായ കാർ ടാസ്ക് നടക്കുകയാണ്. സാബുമോൻ ഔട്ടായിട്ടുണ്ട്. സാബുമോൻ എല്ലാവർക്കും ബാറ്ററി കൊണ്ട് കൊടുക്കുകയാണ്. കാറിനകത്തിരിക്കുന്നവരുടെ എല്ലാം ബാറ്ററി തീരാറായി. എല്ലാവർക്കും ബാറ്ററി സാബുമോൻ കൈമാറുകയാണ്. അപ്പോൾ അകത്ത് ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറയും അനീഷിനോട് നൂറ പറയുന്നത് എൻ്റെ കാലിൽ കുത്താതെന്ന് പറയുന്നത്, എൻ്റെ എല്ലിൽ കുത്താതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ വെയിറ്റ് ഒന്നും താങ്ങുന്നില്ലല്ലോ, നിങ്ങൾ എൻ്റെ തോളിൽ എത്ര നേരമായിട്ട് കൈ കുത്തി വെച്ചേക്കുന്നത്. അപ്പം ഈ നൂറ പറയുന്നത് അത് വെയിറ്റ് ഇല്ലല്ലോ, അപ്പോൾ എൻ്റെ കൈ എന്താ വെയിറ്റാണോ, നിങ്ങൾ കുത്തുകയല്ലേ എൻ്റെ എല്ലിൽ കുത്തുകയല്ലേന്ന്. അന്നേരം അനീഷ് പറയുന്നത് സ്ത്രീ കാർഡ് ഇറക്കുന്നവർ എൻ്റെ തോളിൽ കൈ വയ്ക്കേണ്ട, കൈ എടുത്ത് മാറ്റി. അപ്പം നൂറ കൈ മാറ്റാൻ തയ്യാറാകുന്നില്ല. കൈ മാറ്റാനാണ് പറഞ്ഞത്, എൻ്റെ ദേഹത്ത് കൈ വയ്ക്കേണ്ട. അപ്പോൾ അതിലെ പുറകെ ഇരുന്നോണ്ട് പറയാണ് ഒരു പാവം പെണ്ണിനെ കൈ കൊണ്ട് എല്ലിൽ കുത്തുന്ന അനീഷെന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് എൻ്റെ ദേഹത്ത് വെച്ചിട്ടല്ലേ, എൻ്റെ ദേഹത്ത് എന്തിനാണ് വെക്കുന്നത്, ഞാൻ കുത്തുന്നൊന്നുമില്ല, ഞാൻ മര്യാദയ്ക്ക് കൈ വെച്ചതേ ഉള്ളൂ. അപ്പം അനീഷ് പറയുന്ന ഒരു കാര്യം നൂറ ഒന്ന് എഴുന്നേറ്റെ എന്നിട്ട് നൂറ അതാ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ കാലിലോട്ട് നൂറ കയറി ഇരിക്കുകയാണ്. ഉടനെ തന്നെ പുറകെ ഇരുന്നുകൊണ്ട് ആദില പറയാണ്, പിന്നെ എൻ്റെ മടിയിൽ പോലും അവൾ ഇരുന്നിട്ടില്ല എന്ന്. ഉടനെ നൂറ ചിരിച്ചുകൊണ്ട് താഴോട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ ആര്യം പറയുന്നത് നീ എൻ്റെ മടിയിലിരുന്നോടി, അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അപ്പം പുറകിൽ അതിനേക്കാളും വലിയ വഴക്ക് കിടക്കുകയാണ്. അനുമോള് പറയുന്നത് കതക് തുറന്നപ്പോൾ എന്നെ ഈ കതക് ഇങ്ങനെ കുത്തിയായിരുന്നു തട്ടിയായിരുന്നു പറഞ്ഞു. ഉടനെ പറഞ്ഞു നീ ഇങ്ങനെ കള്ളം പറയാം, നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്, നീ വാ തുറക്കുന്നത് കള്ളം പറയാൻ മാത്രമായിട്ടാണോ എന്ന് അക്ബർ ചോദിക്കുന്നത്. അന്നേരം അനുമോള് പറയുന്നത് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കള്ളം പറഞ്ഞതുമില്ല, ഞാൻ ഇവിടെ വന്നതിനൊക്കെ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല, നീ ഈ വക കാര്യങ്ങളിൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ, നീ വാ തുറന്നാൽ കള്ളവേ പറയത്തുള്ളൂ എന്ന് പറയുന്നത്. അനുമോള് പറയുന്നത് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അനുമോള് പറയുന്നത് നിങ്ങൾ പറ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദിലയോട് ചോദിക്കുന്നു. ആദിലയ്ക്കാണെങ്കിൽ അനുമോളുടെ അടുത്ത് കള്ളം പറഞ്ഞില്ലെന്ന് പറയാനും പറ്റുന്നില്ല, എന്നാൽ അക്ബറിനെ താങ്ങാതിരിക്കാനും പറ്റുന്നില്ല. ഉടനെ ആദില പറയണേ ഞാനിപ്പോൾ ഇത് നടന്നത് കണ്ടില്ല എന്ന് വെച്ചാൽ രണ്ടിടത്തും തട്ടാത്ത രീതിയിൽ കള്ളം പറഞ്ഞെന്നും പറയുന്നില്ല, പറഞ്ഞില്ലെന്നും പറയുന്നില്ല. അങ്ങനത്തെ രീതിയിൽ ആദില ഒരു മറുപടി പറഞ്ഞു. നീ ഭയങ്കര സത്യസന്ധത, നീ കള്ളം പറയത്തില്ല എന്ന് അക്ബർ പറയുമ്പം അനുമോള് പറയുന്നത് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണല്ലോ നീ അനീഷിൻ്റെ പെങ്ങളായത്, എനിക്ക് അയാളുടെ പെങ്ങളോ അനിയത്തിയോ ചേട്ടത്തിയോ ഒക്കെ ആവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അയാളൊരു നല്ല മനസ്സിനുടമയാണ്, അയാളൊരു നല്ല വ്യക്തിയാണ് എന്ന് അനുമോള് പറയുന്നു. ഉടനെ അക്ബർ പറയുന്നു മഞ്ഞപ്പിത്തം ഉള്ളവർക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നു പറയുന്നു. അന്നേരം അനീഷ് പറയുന്നത് നിങ്ങൾ എൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കാവോ, എൻ്റെ ദേഹത്ത് കൈ വയ്ക്കാതെ, എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആവുന്നു, എനിക്ക് നല്ലോണം വേദനിക്കുന്നു, എത്ര നേരമായി, എത്ര സമയമായി സ്ത്രീ കാർഡ് ഇറക്കുന്ന കൈ എടുക്കുമെന്ന് പറയുന്നത്. അപ്പം നൂറ പറയുന്നത് ഞാൻ എപ്പോഴാണ് സ്ത്രീ കാർഡ് എടുത്ത് എൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്ക്, എൻ്റെ ദേഹത്ത് കൈ വെക്കേണ്ടത് അനീഷ് പറയുന്നത്. ഉടനെ നൂറ പറയുന്ന സ്ത്രീ കാർഡ് ഞാൻ സ്ത്രീ കാർഡ് എടുക്കാൻ ഞാൻ പുരുഷനാണ്, ഇത് പുരുഷൻ കാർഡെന്ന് പറയുന്നത്, നിങ്ങളെന്തിനാ സ്ത്രീ കാർഡെന്ന് പറയുന്നത്. നൂറ കൈ അനീഷിൻ്റെ മേലെ വയ്ക്കും, അതിൻ്റെ മേലോട്ട് നൂറയുടെ കൈയുടെ മേലോട്ട് ആര്യനും കൈ വയ്ക്കും. അപ്പം നല്ല വെയിറ്റ് അല്ലേ, എത്ര നേരമായിട്ട് അനീഷിൻ്റെ ദേഹത്ത് അങ്ങനെയാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അനീഷ് ഇപ്പോൾ കൈ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ആര്യന് ഇത് കൈ മാറ്റി വെച്ചേക്കുന്നത്. അനീഷ് നേരെ ഇരിക്കുമ്പോൾ അനീഷിന് കാണാൻ പറ്റത്തില്ല ആരുടെ കൈയാണ് ഇരിക്കുന്നതെന്ന്. അനീഷിൻ്റെ ദേഹത്ത് നൂറ കൈ വയ്ക്കും, നൂറയുടെ കൈയിൻ്റെ മേലെ ആര്യൻ കൈ വയ്ക്കും. അങ്ങനെയാണ് ഇവർ ഒത്തിരി നേരമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ഇങ്ങനെ ആരും ഇങ്ങനെ ഇരിക്കത്തില്ല, നിങ്ങളിനി എന്തൊക്കെ വെയിറ്റ് എടുത്ത് എൻ്റെ തോളിൽ വെച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട, അങ്ങനെ ഒരു കാര്യമേ നടക്കത്തില്ലെന്ന് അനീഷ് പറയുന്നു. നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങളവിടെ ഇരുന്നു, ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇറങ്ങാനെന്ന് പറഞ്ഞ് ഈ നൂറ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കുന്നു തെള്ളുന്ന നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനീഷ് ഇരിക്കുന്നിടത്ത് നിന്ന് ചലിക്കുന്നത് പോലും ഇല്ല. അനീഷ് ആകെപ്പാടെ ആ കൈ എടുക്കുന്ന പറയാൻ മാത്രമേ അനീഷ് ഒന്നും ഇരുന്നിട്ടുള്ളൂ, അല്ലാതെ അനീഷ് ഒരേ ഇരിപ്പിരിക്കുകയാണ്. നൂറ അങ്ങനല്ല, നൂറ ഇങ്ങനെ തള്ളും, നന്നായിട്ട് അനീഷിനെ വന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കൂടെ. അതേപോലെ ബാക്കിൽ അനുമോള് അക്ബർ അങ്ങ് എന്തൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അനുമോളായതുകൊണ്ടാണ് നമ്മുടെ സഹിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറയുന്നത്, നീ കള്ളീന്ന് വരെ പറയുന്നത്, നീ കള്ളിയാണ്, ഭയങ്കര കള്ളിയാണ്, നീ വാ തുറന്ന കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നാണ് അക്ബർ പറയുന്നത്.